എൻ്റെ വീട്ടിന് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ശിവക്ഷേത്രമാണ്. ഒരു സമയത്ത് അവിടെ പോകാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും പോകാതിരുന്നിട്ടൊന്നുമില്ല, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ ഉത്സവ ദിവസങ്ങളിലോ പിന്നെ വല്ലപ്പോഴും ഒന്ന് പോയി തൊഴുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് മിക്ക ദിവസവും അമ്പലത്തിൽ പോകാനായിട്ട് ഇങ്ങനെ തോന്നും. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പോയില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല കേട്ടോ. ഇതിനു മുമ്പ് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് ഏത് ദിവസമാണെന്നൊന്നും നോക്കൂല, ഏതെങ്കിലും ഒരു ദിവസം അമ്പലത്തിൽ പോകും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഓരോ ദിവസത്തിനും ഓരോ ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രത്യേക ദിവസങ്ങളുണ്ടെന്ന്. അതായത് ഇപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ ശിവക്ഷേത്രം, അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളാണെങ്കിൽ ദേവീക്ഷേത്രം. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പോവാറ്. ഏതാ ദിവസം നോക്കിയിട്ട് ആ ഒരു ദൈവത്തിൻ്റെ അമ്പലത്തിലാണ് പോവാറുള്ളത്. അത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിനടുത്ത് ഉള്ള അമ്പലത്തിനേക്കാളും ചേട്ടൻ്റെ വീടിനടുത്തുള്ള അമ്പലമാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ പ്രതിഷ്ഠ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരമ്പലത്തിൽ ചെന്നാൽ ഒരു മെയിൻ പ്രതിഷ്ഠയും പിന്നെ ഉപദൈവങ്ങളായിട്ടല്ലേ കാണാറ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ കോവിൽ, മഹാവിഷ്ണു, ഗണപതി, അയ്യപ്പൻ, ശിവൻ, ദേവി, അങ്ങനെ പ്രത്യേകം അമ്പലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഈ ഒരു കുപ്പിവളയോടുള്ള സ്നേഹം ഇപ്പോൾ കുറച്ച് നാളായിട്ടോ തുടങ്ങിയിട്ട്. സംസാരിച്ചൊന്ന് ഇപ്പം തന്നെ വൈകിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. ഞാൻ ഒറ്റയ്ക്കല്ല അമ്പലത്തിൽ പോകുന്നത്, ചേട്ടൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അമ്പലത്തിന് അകത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, അത് എടുക്കാമോയെന്ന് അറിയില്ല, അതുകൊണ്ട് എടുത്തില്ല. ഇപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അമ്മയാണ് കേട്ടോ. അമ്മ നല്ല സപ്പോർട്ടാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിയിൽ രണ്ട് സൈഡും വയലാണ് കേട്ടോ, നടുക്കൊരു റോഡുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.